തമിഴക വെട്രിക്കഴകം നേതാവും തമിഴ് സൂപ്പർ താരവുമായ വിജയ്ക്കെതിരെ സൈബർ ആക്രമണം. വിജയുടെ ഭാര്യയുടെ പേരിൽ ജസ്റ്റിസ് ഫോർ സംഗീത ഹാഷ്ടാഗ് വഴിയാണ് ആക്രമണം. കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ വിജയിയും നടി തൃഷയും ഒന്നിച്ച് എത്തിയതാണ് വിവാദത്തിന് തുടക്കം. സംസ്ഥാനം കടുത്ത പ്രളയത്തിലൂടെ കടന്നുപോകുമ്പോൾ താരം വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന തിരക്കിലാണ് എന്ന് DMK വിമർശനം ഉന്നയിച്ചു. വിവരങ്ങളുമായി അജയ് സുധ ബിജു ആണ് ചേരുന്നത്. അജയ്, നമ്മൾ നേരത്തെ അല്ലു അർജുന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കൈകാര്യം ചെയ്തത് എങ്കിൽ അടുത്തതിതാ വിജയിലേക്ക് എത്തുന്നു. ഇതുപോലെ തന്നെ വലിയ ഫാൻ ബേസ് ഉള്ള താരം ആണ് വിജയ്. അതോടൊപ്പം തമിഴക രാഷ്ട്രീയത്തിൽ കളത്തിലേക്കിറങ്ങി വിജയ് കളിച്ചു തുടങ്ങിയ പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാ മാനങ്ങളുമുണ്ട്, രാഷ്ട്രീയമായ മാനങ്ങളും ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ പ്രളയ സമയമാണ്. ആ സമയത്താണ് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. പക്ഷേ സിനിമാ മേഖലയിൽ തന്നെ കീർത്തി സുരേഷിനെ പോലെയുള്ള ഒരാളുടെ ചടങ്ങിലാണ് പങ്കെടുത്തത്. അതിനെ ഏത് തരത്തിൽ ആണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിമർശിക്കുന്നത്? ഒപ്പം ഏത് തരത്തിലുള്ള സൈബർ ആക്രമണം ആണ് നടക്കുന്നത്? യെസ്, എന്തായാലും വിജയ് ഇപ്പോൾ സൈബർ ആക്രമണം നേരിടുന്നു. കീർത്തി സുരേഷിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ സൈബർ ആക്രമണം ഉണ്ടാകുന്നത്. അജയ് ചേരുന്നുണ്ട്. അജയ്, ഏത് തരത്തിലുള്ള ആക്രമണം, എന്താണ് ഈ സൈബർ പോരാളികൾ പറയുന്നത്? ഒപ്പം രാഷ്ട്രീയമായ വിമർശനങ്ങൾ എന്തൊക്കെയാണ്? അഭിലാഷ്, ഈ വിഷയത്തിൽ പല തലത്തിലുള്ള വിമർശനങ്ങൾ നിലവിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിലേറ്റവും ഒന്നാമത്തെ കാര്യം ഇപ്പോൾ DMK പ്രവർത്തകരാണ് ഉന്നയിക്കുന്നത്. അതായത് തമിഴക വെട്രിക്കഴകത്തിൻ്റെ സ്ഥാപകനും നേതാവുമാണ് വിജയ് എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൽ വലിയ പ്രളയം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനം. ഇപ്പോൾ 2000-ലധികം പേരെ 50-ലധികം ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയധികം പ്രശ്നങ്ങൾ തമിഴ്നാട് നേരിടുമ്പോൾ വിജയ് ഒരു വിവാഹ പാർട്ടിക്ക് വേണ്ടി ഗോവയിലേക്ക്, കീർത്തി സുരേഷിന്റെയും ആന്റണി തട്ടിലിന്റെ വിവാഹ സൽക്കാരത്തിന് വേണ്ടി ഗോവയിലേക്ക് പോയി എന്നുള്ള വിമർശനമാണ് DMK പ്രവർത്തകർ ഉന്നയിക്കുന്നത്. ഇത് ഗോസിപ്പ് കോളങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ വിജയ് തൃഷ ബന്ധം അത് വളരെ മുൻപ് തന്നെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു വിഷയമാണ്. വിജയ് തൃഷ എന്ന് പറയുന്നത് ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ തമിഴ് സിനിമയ്ക്ക് നൽകിയിട്ടുള്ള താരങ്ങളാണ്. മുൻപ് അവരുടെ ഗില്ലി, അതുപോലെ കുരുവി തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്ത സമയത്ത് ഇവരെ പറ്റി ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വളരെ നാളായി അവർ ഒന്നിച്ച് ചിത്രങ്ങളിൽ അഭിനയിക്കാറില്ലായിരുന്നു. പിന്നീട് വളരെ നാളുകൾക്ക് ശേഷമാണ് ലിയോ എന്ന് പറയുന്ന ചിത്രത്തിന് വേണ്ടി ഇരുവരും ഒന്നിക്കുന്നത്. അന്ന് തന്നെ വീണ്ടും പഴയ ഗോസിപ്പുകൾക്ക് വീണ്ടും ഒരു പുതുജന്മം ഉണ്ടാവുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം വിജയുടെ ബർത്ത്ഡേക്ക് നടി തൃഷ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവെച്ച ഒരു മിറർ സെൽഫി, അതും ആരാധകർക്കിടയിൽ വലിയൊരു ചർച്ചാ വിഷയമായിരുന്നു. അതിനുശേഷമാണ് ഇരുവരും തമ്മിലുള്ള ഒരു പ്രണയം, അല്ലെങ്കിൽ ഇരുവരും പ്രണയത്തിലാണെന്നുള്ള തരത്തിലുള്ള ഗോസിപ്പുകൾ വീണ്ടും വലിയ രീതിയിൽ പ്രചരിച്ചു തുടങ്ങിയത്. ഇപ്പോൾ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് ഇപ്പോൾ ഈ തൃഷ കൃഷ്ണയും അതുപോലെ തന്നെ വിജയും ഒന്നിച്ചാണ് യാത്ര ചെയ്തത് എന്നുള്ള തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചില വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇരുവരും ഒരു പ്രൈവറ്റ് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടാണ് ഗോവയിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ പാസഞ്ചേഴ്സ് ലിസ്റ്റ് ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. വിജയും അതുപോലെ തന്നെ തൃഷയും അതുപോലെ വിജയുടെ മാനേജറായിട്ടുള്ള ജഗദീഷ് എന്നിവരുൾപ്പെടെ ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റിലുണ്ട്. ഇതല്ലാതെ മറ്റ് 3 പേരും കൂടി ഈ പാസഞ്ചേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, വിജയും തൃഷയും ഒന്നിച്ച് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇരുവരും ഒന്നിച്ച് ഒരേ വിമാനത്തിൽ കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് എത്തിയതാണ് ഈ വിവാദങ്ങൾ കൂടുതൽ ശക്തി പകരാൻ കാരണം. ഇതിന് പിന്നാലെയാണ് വിജയുടെ ഭാര്യയായിട്ടുള്ള സംഗീതയ്ക്ക് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് വെച്ചുകൊണ്ട് ആരാധകർ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സിൽ ഉൾപ്പെടെ ട്രെൻഡിങ് ആക്കിയിട്ടുള്ളത്. അതായത് വിജയ് സംഗീതയോട് ചെയ്യുന്നത് ചതിയാണ്, ഈ സംഗീതയെ ചതിച്ചുകൊണ്ടാണ് ഈ തൃഷയോടൊപ്പം ഈ കീർത്തി സുരേഷിന്റെ വിവാഹ സൽക്കാരത്തിനായി താരം പോയിരിക്കുന്നതെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇതിന് പഴയ ഗോസിപ്പ് കോളങ്ങളിൽ കണ്ടിട്ടുള്ള ആ വിഷയം അത് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഒരു രാഷ്ട്രീയ മാനം കൂടി ഈ ഒരു വിജയുടെ കാര്യത്തിൽ കൈവന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് താരം നേരിടുന്നത്. മാത്രമല്ല, നയൻതാരയുടെ വിവാഹ സൽക്കാരത്തിന് താരം എത്തിയിരുന്നില്ല. വിജയ് ഷൂട്ടിംഗ് തിരക്കുകൾ കാരണം പങ്കെടുക്കില്ല എന്നായിരുന്നു അന്ന് അറിയിച്ചിരുന്നത്. അപ്പോൾ നയൻതാരയുമായി വളരെ നാളായി സൗഹൃദം നിലനിൽക്കുന്ന നയൻതാരയുടെ ചടങ്ങിനെത്താതെ തൃഷയോടൊപ്പം ഒന്നിച്ച് കീർത്തി സുരേഷിന്റെ വിവാഹത്തിന് പോയത്, അതും ഗോവയിലേക്ക്
രീതിയിലേക്ക് തമിഴ്നാട്ടിൽ പ്രളയം നേരിടുമ്പോൾ പോയത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സ് നോക്കിയാലും അതിൽ ട്രെൻഡിങ് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ജസ്റ്റിസ് ഫോർ സംഗീത എന്ന് പറയുന്ന ഹാഷ്ടാഗാണ്. വലിയ രീതിയിൽ രാഷ്ട്രീയക്കാരും അതുപോലെ ആരാധകരും ഒരേപോലെ ഈ ഹാഷ്ടാഗ് വെച്ച് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. വിജയുടെ എതിർചേരിയിലുള്ള ആരാധകർ തീർച്ചയായും അജയ്, അത്തരത്തിലൊരു ക്യാമ്പയിൻ നടക്കുന്നു. അതിന്മേൽ താരത്തിന്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ താരവുമായി ബന്ധപ്പെട്ടോ ഇപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി കൂടി ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഒരു സിനിമാ താരം എന്നതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ നേതാവ് കൂടിയാണ് വിജയ് എന്ന നിലയിൽ ആ കേന്ദ്രങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? നിലവിൽ ഈ വിഷയത്തിൽ വിജയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. വിജയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ നോക്കുകയാണെങ്കിലും ഈ കല്യാണത്തിൽ പങ്കെടുത്തതിനെ പറ്റിയിട്ട് യാതൊരുവിധ പോസ്റ്റോ കാര്യങ്ങളോ കണ്ടിട്ടില്ല. എന്നാൽ വിജയ് ഈ വിവാഹ സൽക്കാരത്തിന് എത്തിയതിന് ശേഷം ആന്റണി തട്ടിലിനോടൊപ്പം എല്ലാം എടുത്ത ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുള്ള കാര്യമാണ്. ഇതിനുശേഷം തൃഷ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. എന്നാൽ ഇത് ഈ വിവാദത്തിനെ പറ്റിയിട്ടുള്ളതല്ല. തൻ്റെ സിനിമാ രംഗത്ത് താൻ 20 വർഷം പൂർത്തിയാക്കിയ ആ ഒരു സന്തോഷ വാർത്ത ആരാധകരെ അറിയിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് തൃഷ പങ്കുവച്ചിരുന്നത്. വിജയുടെ ഭാഗത്തു നിന്ന് മറ്റൊരു വിധ പോസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. എന്നാൽ ആരാധകരും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ എതിരാളികളും ഈ വിഷയം വലിയ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള ഫാൻ ഫൈറ്റും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സ് വഴിയും അതുപോലെ ഇൻസ്റ്റാഗ്രാം വഴിയെല്ലാം ഈ വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂടുപിടിച്ച ചർച്ചകൾ തന്നെയാണ്. വിജയ് തൃഷ എന്ന് പറയുന്ന ഈ ബന്ധം അത് ലിയോയ്ക്ക് ശേഷം ഉള്ള ഈ ഒരു അതിന് പുതിയ മാനങ്ങൾ ഈ ഒരു രണ്ടുപേരും ഒന്നിച്ചുള്ള ഈ യാത്രയോടുകൂടി തന്നെ കൈവന്നിട്ടുണ്ട്. അഭിലാഷ്.